ഇടവകയിലെ കൊച്ചുത്രേസ്യ യൂണിറ്റ് അംഗങ്ങൾ അവതരിപ്പിക്കുന്ന ലഘുനാടകം അത്യാഗ്രഹം ആപത്ത്. ഈ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രം. എത്ര നേരായി, ഇതുവരെ അവൾ ചായ ഉണ്ടാക്കി കഴിഞ്ഞില്ലേ? എടി സിസിലി, എന്റെ ചായ കൊണ്ടുവാടി. വരുന്നു. ഹോ, എന്തിനാ അങ്ങനെ വിളിച്ചു പോകുന്നേ? ദേ നിങ്ങളുടെ ചായ. എന്താ നീ ആലോചിക്കുന്നേ? ഞാനേ ഇന്നലെ നമ്മുടെ മോൻ പറഞ്ഞ കാര്യം ആലോചിക്കുക. അതാലോചിച്ചിട്ട് ഞാൻ ഇന്നലെ മര്യാദയ്ക്ക് ഒന്ന് ഉറങ്ങിയിട്ട് കൂടിയില്ല. അവൻ പറഞ്ഞത് വല്ലതും നടക്കുവോ വാർപ്പേട്ട? അറിഞ്ഞൂടാ, നടന്നാൽ അതൊരു സംഭവം തന്നെ ആയിരിക്കും. എന്താലേ കാലം പോകുന്ന പോക്ക്. എനിക്ക് കല്യാണം കഴിക്കാൻ നല്ല ആഗ്രഹമായിരുന്നു. 25-ാം വയസ്സ് മുതൽ ഞാൻ ആഗ്രഹിച്ചതാ. എന്നിട്ട് നടന്നതോ 40-ാം വയസ്സിൽ. പിന്നീട് ഞാൻ ചിന്തിച്ചേ കല്യാണം കുറച്ചും കൂടി വൈകി മതിയായിരുന്നു എന്ന്. പിന്നെ ഒരു കുഞ്ഞുണ്ടാവാൻ ഞാൻ ഒരുപാട് കൊതിച്ചു. അതിനും എടുത്തു 15 വർഷം. എന്നാലും ഒരു ആൺകുഞ്ഞിനെ തന്ന് ദൈവം നമ്മൾ അനുഗ്രഹിച്ചില്ലേ. ഇപ്പൊ നമ്മൾ അവന് വയസ്സനും വയസ്സിയുമായി. എന്റെ മോൻ അങ്ങനെ തീർത്തും കുറ്റൊന്നും പറയണ്ട. അവൻ നമ്മളെ വയസ്സിനും വയസ്സത്തൊന്നും വിളിച്ചിട്ടില്ലല്ലോ. അവന്റെ ഭാഗത്തൊന്നും ചിന്തിക്കണ്ടേ? അവന് നമ്മൾ അമേരിക്കയ്ക്ക് വിട്ടപ്പോ നമ്മൾ വിചാരിച്ച അവൻ അവിടെ ഒരുത്തിയുമായി ഏടാൻ കൂടെ ഒപ്പിക്കുന്നു. ഇപ്പൊ അവനെ അവളെ നാട്ടിൽ കൊണ്ടുവന്ന് കല്യാണം നടത്തണം. അവനുണ്ടാവും അവളുടെ വീട്ടുകാരുടെ മുമ്പിൽ നമ്മൾ വയസ്സിനും വയസ്സത്തൊന്നും പറയാനായിട്ടുള്ള കുറച്ചില്. അത് ശരിയാ, എനിക്കതല്ല. അവൻ പറഞ്ഞില്ലേ ചെറുപ്പമാവാനുള്ള മരുന്ന് അയച്ചു തരാമെന്ന്. അത് സത്യമാണോടി? സത്യമാവട്ടെ എന്ന് എന്റെ പ്രാർത്ഥന. അപ്പൊ നമുക്കും ചെറുപ്പക്കാരാവാലോ. എനിക്കും അത് തന്നെ ആഗ്രഹം. എന്നാലും അവൻ എന്നെ... നിങ്ങളൊന്നും മിണ്ടാണ്ടിരുന്നേ. അത് സാരമില്ല. നിങ്ങൾ കല്യാണത്തിന് ആരൊക്കെ ക്ഷണിക്കണമെന്ന് ആലോചിക്കേ. ആരോ വരുന്നുണ്ടല്ലോ. അയ്യോ, പരദൂഷണം അറിയാമ. നിങ്ങൾ വായടച്ചിരുന്നാ മതി. പറയാനുള്ളത് ഞാൻ പറയാം. അവളെ ഓരോന്ന് ചകയാൻ വരുന്നതാ. ചകയാനും പരദൂഷണം പറയാനും നീയും അത്ര മോശമൊന്നും അല്ലല്ലോ. ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. എടി സിസിലി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? നീ എന്ന് ഇവിടെ ഈ നേരത്ത് വരണതല്ലേ, പിന്നെ എന്നൊരു ഇത്ര വിശേഷം ചോദിക്കാൻ? എന്നാലും എന്തെങ്കിലും. ഒന്നുമില്ല, അത്ര തന്നെ. ഇവിടെ അല്ല നല്ല വിശേഷം പോരെ. എടി നീ അറിഞ്ഞ നമ്മടെ ചിന്നമ്മയുടെ മോൾ ഒരുത്തന്റെ കൂടെ ഒളിച്ചോടിപ്പോയിന്ന്. ചെക്കൻ കഞ്ചാവാന്നാ കേക്കണത്. അതെയാ? അതെപ്പോ? ഞാൻ അറിഞ്ഞില്ല. ഈ പിള്ളേരുടെ ഒരു കാര്യം. അന്തസ്സായിട്ട് കല്യാണം കഴിച്ചു പോണ്ടവളാ ചിന്നമ്മ. അവൾക്ക് 50 പവൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പാവം ചിന്നമ്മ. അയ്യോ, ഒരു പാവം പോലും. അവൾ അത്ര പാവൊന്നല്ല. നിനക്കറിയോ, അവളെ ചിന്നമ്മ അന്തോണിയുടെ കൂടെ വേലി ചാടിയ പോന്നത്. പിന്നെ അവളുടെ മോള് മതില് ചാടിയില്ലെങ്കിൽ അതിശയമുള്ളോ? അമ്മ വേലി ചാടിയ മോള് മതില് ചാടുന്നല്ലേ ചൊല്ല്. അതിപ്പ ശരിയായി. എന്താല്ലേ? എടി, നിന്റെ മോൻ വരാറായില്ലേ? ഈ വരവിൽ കല്യാണം എങ്ങാനുണ്ടാവോ? ആ, കല്യാണം നോക്കണം. അവ ആദ്യം ഒന്നും ഇങ്ങോട്ട് വരട്ടെ. എന്താ വാറപ്പേട്ട ഒന്നും മിണ്ടാണ്ടിരിക്കണേ? എന്തെങ്കിലൊക്കെ ഒന്ന് പറയ്. ഞാൻ നിങ്ങളെ സഹിച്ച് ഇവിടെ ഇരിക്കണില്ലേ? അത് പോരെ? നിങ്ങളുടെ ഇടയിൽ കയറി ഇനി കത്തി വെക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. ഓ, ഒരു നല്ലവൻ പോലും.
ചോദിക്കാൻ പോയ എന്നാ പറഞ്ഞാ മതിയല്ലോ. എന്തുട്ടാ നീ പിറുപിറുക്കണേ? ഏയ് ഒന്നുമില്ല. എന്നാ ഞാൻ പോട്ടെ, നാളെ വരാട്ടാ. ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ. എടി മോനാടി വിളിക്കുന്നേ. ഹലോ മോനെ പറയടാ. ഹലോ ഹലോ. നിങ്ങക്ക് ചെവി കേക്കണില്ലേ? ഇങ്ങോട്ടാ ഞാൻ സംസാരിക്കാം. ഹലോ മോനെ പറയടാ, എന്താ വിശേഷം? അതെ, ഞാൻ പറഞ്ഞാ മരുന്നില്ലേ ചെറുപ്പമാകാൻ, അത് ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ട്. അത് അവിടെ കുറച്ച് സമയത്തിനകം എത്തോട്ടാ. അത് കഴിക്കേണ്ട വിധം അവർ പറഞ്ഞു തരും. മനസ്സിലായോ? ഓ ശരി മോനെ. അപ്പോഴേക്കും വെച്ചു. വിശേഷം ഒന്നും മര്യാദക്ക് ചോദിക്കാൻ പറ്റിയില്ല. എന്താടി അവൻ പറഞ്ഞേ? ആ മരുന്ന് ഇപ്പൊ വരുന്ന്. അതെയാ? ചൊറിയാങ്കണ്ടത്ത് വാർപ്പൻ നിങ്ങളാണോ? ആ അതെ. നിങ്ങൾക്കൊരു മരുന്ന് തരാൻ വന്നതാ. ഇതാ, ഇത് കഴിക്കേണ്ട വിധം രാത്രി ഭക്ഷണശേഷം ഓരോ സ്പൂൺ മാത്രം കഴിക്കണം. മനസ്സിലായോ? ഓ മനസ്സിലായി. ഓക്കെ, അപ്പൊ ശരി കേട്ടോ. എടി അങ്ങനെ നമുക്കും കിട്ടിയടി ചെറുപ്പക്കാരാവാനുള്ള മരുന്ന്. നിങ്ങൾ വലിയ ആവേശം കാണിക്കാതിരിക്കേ. ഇപ്പൊ ചുമച്ച് ശ്വാസം മുട്ടി ചത്തേനെ. അത് പിന്നെ സന്തോഷം കൊണ്ടാടി. എടി നമുക്ക് ഇന്നത്തെ അത്താഴം നേരത്തെ തന്നെ കഴിക്കാട്ടാ. ഞാൻ നിങ്ങളോട് അത് പറയാൻ വരികയായിരുന്നു. എങ്ങനെയെങ്കിലും നേരെ ഒന്ന് ഇരുട്ടിയാ മതി. ഇതാ നിങ്ങളുടെ പങ്ക്. ആ വേഗം തായോ, നീയും ഒപ്പം കഴിക്കി. ആ ശരി, ഇനി വേഗം ഉറങ്ങാം. അവൾ ഉറങ്ങിന്നാ തോന്നണേ. അവളെക്കാളും 10 വയസ്സ് കൂടുതലല്ലേ എനിക്ക്. അപ്പോൾ അവളേക്കാൾ ചെറുപ്പമാകാൻ ഞാൻ കുറച്ചും കൂടി മരുന്ന് കഴിക്കണം. അവൾ മാത്രം അങ്ങനെ നല്ല ചെറുപ്പക്കാരി ആവണ്ട. എന്താ അത്ഭുത! എനിക്ക് മരുന്നിലൊരു സംശയം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ എല്ലാം തീർന്നു. എന്ത് സുന്ദരിയായി ഞാൻ. അല്ല, വാർപ്പേട്ട എവിടെയാ? എന്നെ കാണുമ്പോ ഞെട്ടും. വാർപ്പേട്ടന് എങ്ങനെ ഉണ്ടാവും? വാർപ്പേട്ടോ, വാർപ്പേട്ടാ. വിളിച്ചു കൂവണ്ട, ഞാൻ ഇവിടെ ഉണ്ട്. ഇതേത് കുട്ടിമോൻ? എന്തിവിടെ? കുട്ടിയല്ലടി, ഇത് ഞാനാടി, വാറപ്പൻ. ശബ്ദം അതുപോലുണ്ടല്ലോ. മോനെ, ഇവിടെ ഒരു അപ്പാപ്പ ഉണ്ടായില്ലേ? എവിടേക്കാ പോയേ? ഒളിച്ചെങ്ങാൻ നിക്കാണോ? നിന്നോടല്ലേടി പറഞ്ഞ് ഞാൻ വാറപ്പനാന്ന്. ഇനി എത്ര വട്ടം പറയണം? എന്താ നിങ്ങൾ ഇങ്ങനെ? അത് പിന്നെ നീ ഉറങ്ങിയപ്പോ കുറച്ചും കൂടി ചെറുപ്പമാകാൻ ഞാൻ ആ മരുന്നെടുത്ത് വീണ്ടും കുടിച്ചു. അതിപ്പോ ഇങ്ങനെയും ആയി. അയ്യോ, ചതിച്ചോ? നിങ്ങക്ക് ഇത്ര പോലും വിവരില്ല മനുഷ്യ. ഇനി ഞാൻ എന്ത് ചെയ്യും? മോനോട് ഞാൻ എന്ത് പറയും? ഒരു അബദ്ധം പറ്റിപ്പോയി. നീ എന്തേലും ഒരു പോംവഴി പറ. ഇതിനി ഒറ്റ പോകാൻ വഴിയുള്ളോ? മോന്റെ കല്യാണത്തിനെ അപ്പനാണെന്ന് പറഞ്ഞ് നിങ്ങളെ കാണിക്കാൻ പറ്റില്ല. ഒരു ചെറുപ്പക്കാരനെ ഞാൻ ഭർത്താവായി കണ്ടുപിടിക്കാം. അതാണ് വഴി. സിസിലി, ഈ നാടകത്തിന് വേണ്ടി പ്രവർത്തിച്ചവർ: തിരക്കഥ റീജ ജിജോ, സംഭാഷണം ഷെർലി ജെൻസൺ, റീജ ജിജോ, പ്രസാദ് ജോസഫ്, സിൻഡി പ്രസാദ്, ജിജോ ജോസ്, ഷീല ആന്റണി. അഭിനയിച്ചവർ: ഷെർലി ജെൻസൺ, രാഖി പൊറിഞ്ചു,
റീജ ജിജോ, എൻസ, റയാൻ പ്രസാദ്. എഡിറ്റിംഗ് ജിജോ ജോസ്. നിങ്ങൾ ഈ നാടകം ആസ്വദിച്ചെന്ന് കരുതുന്നു. ഇടവക കുടുംബത്തിന് കൊച്ചുത്രേസ്യ യൂണിറ്റിന്റെ ഹൃദയം നിറഞ്ഞ നന്ദി.